ഇല്ല ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. എന്തായാലും പ്യൂൺ ഇപ്പൊ പോയി അവരെ വിളിച്ചിട്ടുണ്ടാവും. അപ്പോ നമുക്ക് കാര്യങ്ങൾ അവരോട് തന്നെ ചോദിക്കാം. വിനീതേട്ടാ, സോറി വിനീത് സർ, മേ കമിൻ സർ. ആയിഷാൻ വരൂ. ഇഷാനെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, പേടിക്കരുത്, ധൈര്യമായിട്ട് സംസാരിക്കണം. ഇഷാൻ, ഈ കോളേജ് കോമ്പൗണ്ടിനകത്ത് വെച്ച് ഈ കുട്ടിയെ ഉമ്മ വെച്ചു എന്ന് പറയണത് ശരിയാണോ? വാട്ട്? അശ്ശേ, എന്തൊക്കെയാ സാർ ഈ ചോദിക്കുന്നത്? സാറിൻ്റെ ഇങ്ങനൊരു ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. സാർ എന്നെ പറ്റി അങ്ങനെയാണോ കരുതിയത്? ഇഷാൻ, ഒരു കംപ്ലൈന്റ് കിട്ടുമ്പോൾ നമ്മൾ ചോദിച്ചു പോവൂലോ. എന്നാലും എന്റെ ഷോക്ക് അങ്ങോട്ട് മാറുന്നില്ല കേട്ടോ. സാർ, ഇതൊക്കെ ആക്ടിംഗ് ആണ്. ആ പെണ്ണിനെ വിളിച്ച് ചോദിക്ക്. മാളവിക എങ്ങടേക്ക് വരൂ. മാളുവല്ല, ആവണി. അതെ, ആരോട് എപ്പം എന്ത് ചോദിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം, നീ എന്നെ പഠിപ്പിക്കണ്ട. മാളു, ഇങ്ങടേക്ക് വാ. ഈ കേട്ടതില് എന്തേലും വാസ്തവം ഉണ്ടോ? ഇല്ല സാർ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ആവണി കണ്ടു എന്ന് ഇവൻ പറയുന്നുണ്ട്. ശരിയാണോ ആവണി? ആരെയും ഭയക്കണ്ട, ഉള്ളതുപോലെ പറയാം. അങ്ങനെ ചോദിച്ചാ ഞാൻ കണ്ടു സാറേ. കോളേജ് വിട്ട് കുട്ടികളും പോയിരുന്നിട്ടും ആവണി എന്തായിരുന്നു ആ നേരത്തെ കോളേജിനകത്ത് ചെയ്തോണ്ടിരുന്നത്? ഞാൻ ക്യാമ്പസിനകത്തല്ലായിരുന്നു, ഞാൻ വെളിയിൽ റോഡിലായിരുന്നു. റോഡിന്റെ ഗേറ്റിന്റെ ഇടയിൽ കൂടിയാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. ഗേറ്റിന്റെ അഴികൾക്കിടയിൽ കൂടി നോക്കിയപ്പോൾ ഈശാൻ മാളുവിനെ ഉമ്മ വയ്ക്കുന്നതാണ് കണ്ടത്. ഇത് കേട്ടാൽ തന്നെ സാറിന് മനസ്സിലായില്ലേ പറഞ്ഞു പഠിപ്പിച്ചതാണെന്ന്? എന്തടി ഈ കുട്ടി തത്തമ്മ പൂച്ച എന്ന് പറയുന്ന പോലെ സംസാരിക്കണത്? ഞാനങ്ങനൊന്നും പറഞ്ഞു കൊടുത്തില്ല. അത് പറഞ്ഞപ്പോ അശ്വിന്റെ മുഖത്ത് എന്താ ഒരു പരിഭ്രമം. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ആവണിയോട് ചോദിച്ചോട്ടെ സാർ? ഓക്കെ. എവിടെയാ ആവണി ഞാൻ ഉമ്മ കൊടുത്തത്? അത് പിന്നെ കയ്യിലോ? കയ്യിലാണെന്ന് ഉറപ്പാണോ? അല്ലേ, അപ്പൊ പിന്നെ നെറ്റിയിലായിരിക്കും. ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കാവണി. ശരിക്ക് ഓർമ്മ കിട്ടണില്ല. നീ പറഞ്ഞത് ഇഷാം മാളുവിന്റെ മൂക്കിന്റെ താഴെ, ബാക്കി പറയാൻ എന്റെ സംസ്കാരം അനുവദിക്കണില്ല. അങ്ങനല്ലേടാ പറഞ്ഞത്. അടുത്ത ആളെ വിളിപ്പിച്ചിട്ടുണ്ട്, അവനോടുകൂടി ചോദിക്കട്ടെ. ആ എത്തിയില്ലോ, വാ. നീയാണല്ലേ അടുത്ത സാക്ഷി? അതെ സാർ. എന്തേ? ഈ ഇഷാൻ മാളു ഉമ്മ കൊടുക്കുന്ന നീ കണ്ടോ ഇല്ലയോ? കണ്ടു സാർ, എന്റെ 2 കണ്ണുകൊണ്ടും കണ്ടു. എവിടെ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്, കവിളിലാണ്, വലത് കവിളിൽ. ഇപ്പൊ സാറിന് ബോധ്യായില്ലേ ഇതൊക്കെ അശ്വിന്റെ പ്ലാൻ ആയിരുന്നു എന്ന്? ശരിക്കും നടന്നതാണ്, കവിളി തന്നെയായിരുന്നു. എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. നിനക്ക് ഓർമ്മയില്ല, ആവണിക്ക് ഓർമ്മയില്ല അല്ലേ? ഇനി ഈ കോളേജിനകത്ത് വെച്ച് തന്നെയാണോ അതോ ഇവരൊക്കെ തന്നെയാണോ എന്ന് പോലും ഓർമ്മയില്ല എന്ന് നീ പിന്നീട് വന്ന് പറയുവോ? സർ പ്ലീസ്, ഞങ്ങൾക്കൊക്കെ ഓർമ്മയില്ലാത്ത സ്ഥിതിക്ക് എന്തായാലും സാർ CC ക്യാമറ നോക്കണം. അങ്ങനെ ചെയ്യണോ വേണ്ടിയോന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. പ്ലീസ് സർ, ഒന്ന് നോക്കണം. ഇല്ലെങ്കിൽ ഞാൻ ഈ അശ്വിൻ മരണം വരെ നിരാഹാര സമരം ചെയ്തോളയും. എടാ മഹാബാബി, ഇവന്മാരെ കൊണ്ട് തോറ്റല്ലോ. എന്തായാലും ചെക്ക് ചെയ്തേക്കാം. കഴിഞ്ഞ എന്റെ അങ്ങ് തിങ്കളാഴ്ച എന്നല്ലേ പറഞ്ഞത്? യു മേ ഓൾ ഗോ നൗ. പിന്നെ വെളിയിൽ പോകുമ്പോ പ്യൂണിനെ ഒന്ന് വിളിക്കട്ടാ. ഏത് നേരത്ത് ഞാൻ ഈ അശ്വിന് അഡ്മിഷൻ കൊടുത്തെന്നാണ് ഇപ്പൊ ആലോചിക്കുന്നത്. എന്റെ ബന്ധുവാന്ന് പറയാൻ തന്നെ നാണക്കേട് തോന്നുന്നു. അയ്യയ്യേ, നിന്നോട് ആരാണ് നഴ്സറി കുട്ടി ക്ലാസ്സിൽ പദ്യം ചൊല്ലുന്ന പോലെ പറയാൻ പറഞ്ഞത്? അത് പിന്നെ ഇന്നലെ ഫുള്ള് റിഹേഴ്സൽ നടത്തി കാണാതെ പഠിച്ചോണ്ട് അങ്ങനെ വന്നു പോയതാണ്. പിന്നെ കയ്യിലെ ഉമ്മ വെച്ച് എന്തുട്ടാ പറഞ്ഞത്? ഞാൻ പറഞ്ഞു അങ്ങനെ പറയാൻ? അതെവിടെയായിരുന്നു അശ്വിൻ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതുപോലെ പറയില്ലായിരുന്നു. അതിനെ എന്നെ കുറ്റപ്പെടുത്താൻ പറ്റില്ല കേട്ടാ. നീ നിന്റെ കുറ്റത്തെ പറ്റിട്ട് എന്താ പറയാത്തത് അശ്വിനെ? ഞാനെന്ത് ചെയ്തു? എടാ ശരിക്കും എന്ന് ഇഷാൻ മാളുവിനെ ഉമ്മ വെച്ചത് വലുത് കവിളിലായിരുന്നില്ലേ? പിന്നെ നീ എന്തുട്ടാണ് മാറ്റി പറഞ്ഞത്? അത് പെട്ടെന്ന് ആക്ഷൻ എടുക്കാനും ദേഷ്യം കൂടുതൽ തോന്നാനും വേണ്ടി ചുണ്ടിലാണെന്നങ്ങ് പറഞ്ഞ്. അതല്ലേ ഇപ്പൊ കൂടുതൽ പ്രശ്നമായത്. എന്നാലും ഞാൻ അവിടെ നിന്ന് കൈകൊണ്ട് ആക്ഷൻ കാണിച്ചത് നീ കണ്ടില്ലേ? വിനീത് സാറിന്റെ മുമ്പിൽ നിന്ന് വെപ്രാളത്തിന് കയ്യും കാലും നോക്കലാണോ എന്റെ പരിപാടി? ഈശ മാന്യനായോണ്ടാണ് ഞാൻ കയ്യിലും വെച്ചെന്ന് പറഞ്ഞു പോയത്. എന്നാലും CC ക്യാമറ നോക്കണമെന്ന് ശക്തമായിട്ട് വാദിച്ചത് ഞാനല്ലേ? അമ്പട പുളുസു, നീ അത് പറഞ്ഞേ ഉള്ളൂ. വാദിച്ചത് ഞാനാണ്. നിന്റെ വാദം ഞാൻ കണ്ടു. എന്താ പറഞ്ഞത്? നിരാഹാരം ഞാൻ എടുക്കുന്ന. പിന്നല്ലാണ്ട് ഞാൻ എടുക്കാനോ? വാങ്ചുക്കിനെ പോലെ സമരം ചെയ്യുന്നു പറഞ്ഞോണ്ട് എന്തായി? സാർ ഇപ്പൊ CCTV ക്യാമറ നോക്കാന്ന് സമ്മതിച്ചില്ലേ? നമ്മുടെ ജെൻസി പിള്ളയുടെ പവർ കാണിക്കാനല്ലേ ഞാനങ്ങനെ പറഞ്ഞത്. എന്തായാലും CCTV ഫുട്ടേജ് നോക്കുമ്പോ സാറിന് മനസ്സിലാവുമല്ലോ. അപ്പൊ വെറുതെ ഞങ്ങളെ വഴക്ക് പറയണ്ടാട്ടാ. അത് മാത്രമാണ് ഏക ആശ്വാസം. അപ്പോ അടുത്ത ദിവസം അതിന്റെ കാഴ്ചകൾ.